ഇന്ത്യയിലെ ആദ്യത്തെ വിപ്ലവ സംഘടന ഏതായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വിപ്ലവ സംഘടന ഏതായിരുന്നു? ഉത്തരം അനുശീലൻ സമിതി. ഏതാണ് അനുശീലൻ സമിതി? നാട്ടുഭാഷാ പത്ര നിയമം അഥവാ വെർണാക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയി. നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയി. ഉത്തരം റിപ്പൺ പ്രഭു. ആരാണ് റിപ്പൺ പ്രഭു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപം ഏതായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപം ഏതായിരുന്നു? ഉത്തരം വെല്ലൂർ കലാപം. ഏതാണ് വെല്ലൂർ കലാപം? ഹുണ്ടികക്കാരോടുള്ള രോഷം മൂലം കണക്ക് പുസ്തകങ്ങൾ കത്തിച്ചു കളഞ്ഞ സമരം ഏത്? ഹുണ്ടികക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? പലിശയ്ക്ക് പൈസ കടം കൊടുക്കുന്നവരാണ്. ഉത്തരം ഡെക്കാൻ ലഹള. INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ലൂയി 14. ആരാണ് ലൂയി 14? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ്? ഉത്തരം ബേറുബാരി കേസ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഉപരാഷ്ട്രപതി. ആരാണ് ഉപരാഷ്ട്രപതി? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? ഉത്തരം ഗവർണർ. ആരാണ് ഗവർണർ? ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. ഐസിന്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? ഐസിന്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? ഉത്തരം 80 കലോറി. എത്രയാണ്? 80 കലോറി. ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകിയിട്ടുള്ള മൂലകം? ആരുടെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലെ? ഉത്തരം ഐൻസ്റ്റീനിയം. ഏതാണ്? ഐൻസ്റ്റീനിയം. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം? ചോദ്യം ശ്രദ്ധിക്കണേ. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം? ഉത്തരം ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? ഉത്തരം കാൽസ്യം. ഏതാണ്? കാൽസ്യം. രസതന്ത്രത്തിലെ സരിഗമ എന്നറിയപ്പെടുന്ന നിയമം? രസതന്ത്രത്തിലെ സരിഗമ എന്നറിയപ്പെടുന്ന നിയമം? ഉത്തരം അഷ്ടക നിയമം. ഏതാണ്? അഷ്ടക നിയമം. സൂര്യന്റെ പ്രായം ഏകദേശം എത്രയാണ്? സൂര്യന്റെ പ്രായം ഏകദേശം എത്രയാണ്? ഉത്തരം 460 കോടി വർഷം. എത്രയാണ്? 460 കോടി വർഷം. യാന്ത്രിക ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം? യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം? ഉത്തരം ഡൈനാമോ. ഏതാണ്? ഡൈനാമോ. വൈദ്യുത ബൾബിൽ നിറയ്ക്കുന്ന അലസവാതകം ഏത്? വൈദ്യുത ബൾബിൽ നിറയ്ക്കുന്ന അലസവാതകം ഏത്? ഉത്തരം ആർഗൺ. ഏതാണ്? ആർഗൺ. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം? തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം? ഉത്തരം ചുവന്ന ഫോസ്ഫറസ്. ഉത്തരം ഏതാണ്? ചുവന്ന ഫോസ്ഫറസ്. ബോറാക്സ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ബോറാക്സ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ഉത്തരം സോഡിയം ബോറേറ്റ്. സോഡിയം ബോറേറ്റ്. ഓസോൺ പാളിയുടെ നിറം? ചോദ്യം ശ്രദ്ധിക്കണേ. എന്തിൻ്റെയാണ്? ഓസോൺ പാളിയുടെ നിറം? ഉത്തരം ഇളം നീല. ഏതാണ്? ഇളം നീല. ഐക്യരാഷ്ട്ര സംഘടന സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം? ചോദ്യം ശ്രദ്ധിക്കണേ. ഉത്തരം 1948 എന്നാണ്. 1948. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടായിരിക്കാം? ഉത്തരം ആഗോളതാപനം. ഏതാണ്? ആഗോളതാപനം.
വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം ആനന്ദമഠം. ഏതാണ്? ആനന്ദമഠം. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി? ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി? ഉത്തരം കാർത്തിക തിരുനാൾ. ആരാണ്? കാർത്തിക തിരുനാൾ. വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗ് റോസ്. ആരാണ്? ഹ്യൂഗ് റോസ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം ഏതിനാണ്? ഗോവയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്പറേഷൻ വിജയ്. ഏതാണ്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ഉത്തരം ഏതാണ്? ഇന്ദിരാഗാന്ധി. മരിക്കുന്നതിന് മുൻപ് ഗാന്ധിജി അവസാനമായി കണ്ടുമുട്ടിയ ദേശീയ നേതാവ്? മരിക്കുന്നതിന് മുൻപ് ഗാന്ധിജി അവസാനമായി കണ്ടുമുട്ടിയ ദേശീയ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരമാരാണ്? പട്ടേലാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥിതി ചെയ്യുന്നത്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഉത്തരം തൃശ്ശൂര്. ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി? ഉത്തരം റാണി സേതുലക്ഷ്മിബായി. ആരാണ്? റാണി സേതുലക്ഷ്മിബായി. നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ഇറ്റലി. ഏതാണ്? ഇറ്റലി. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ഗ്രീസ്. ഏതാണ്? ഗ്രീസ്. ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ പഠന ഉപഗ്രഹം? ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ പഠന ഉപഗ്രഹം ഏതാണ്? കൽപ്പന 1. ഏതാണ്? കൽപ്പന 1 മറക്കല്ലേ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? ഏതായിരിക്കാം? മഞ്ചേശ്വരം. ഉത്തരം ഏതാണ്? മഞ്ചേശ്വരം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ റിപ്പബ്ലിക് ഏതാണ്? എവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? ഉത്തരം ലിത്വാനിയ. ഏതാണ്? ലിത്വാനിയ.